ദൈവം ഒരു വലിയ ആശ തന്നിട്ടുണ്ട്. ആ ആശ നാം കർത്താവിന്റെ വചനത്തിൽ കൂടെ നാം വായിക്കുമ്പോൾ ഫിലിപ്പിയ ലേഖനം 3:20-21 വായിച്ചാൽ നമ്മുടെ ആശയം എന്താണ്? നിങ്ങൾക്കറിയാവുന്ന ഭാഗമാണ്. നമുക്ക് ദൈവത്തെ കിട്ടി. നമ്മുടെ ആശയം എന്താണ്? വാട്ട് ഈസ് അവർ എക്സ്പെക്ടേഷൻ? വാട്ട് ഈസ് അവർ ഹോപ്പ്? ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3:20-21. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ദൈവമക്കളെ, ഇത് ഓർക്കണം. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ ഈ ദൈവത്തിന്റെ ശരീരത്തോട് സാദൃശ്യമുള്ള ശരീരമായി എന്ത് ചെയ്യും? രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ. ഈ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. He will change our vile body into his glorious body, into the likeness of his glorious body. നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ, നമ്മുടെ ഈ ശരീരം നശിച്ചു പോകാൻ പോകുന്നതാണ്. ഈ വലിയ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ചിലപ്പോൾ ഈ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ സംഭവങ്ങൾ കാണുമ്പോൾ, കാറ്റിനെയും കോളിനെയും കാണുമ്പോൾ, കൊടുങ്കാറ്റ് വരുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോകും. മരണമേ, നിനക്ക് എന്നെ എന്ത് ചെയ്യാൻ കഴിയും? അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണമേ നിന്റെ ജയം എവിടെ? ആദിമകാല ഭക്തന്മാരെല്ലാം അതുകൊണ്ടാണ് ഭയപ്പെടാതെ മരണത്തെ വെൽക്കം ചെയ്തുകൊണ്ടിരുന്നത്. കാരണം മരണം വന്നു കഴിഞ്ഞാൽ എൻ്റെ ഈ ശരീരം മാറി ഞാൻ രൂപാന്തരപ്പെട്ട് എൻ്റെ കർത്താവിനോടുകൂടെ ചേരുവാനുള്ള യോഗ്യനായി തീരുകയാണ്. അപ്പോൾ അവന്റെ മഹിമയുള്ള ശരീരത്തോട് നാം എന്തായിത്തീരും? സദൃശന്മാർ ആയിത്തീരും. ആ വലിയ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിലുള്ള 1 യോഹന്നാൻ 3:2-3 വായിച്ചാട്ട്. 1 John chapter 3:2-3. 1 John chapter 3:2-3. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ ആകും എന്ന് നാം അറിയുന്നു. അവനോട് സദൃശന്മാരാകും. ഈ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ബ്ലഡ് പ്രഷറോ ക്യാൻസറോ ഡയബറ്റീസോ എന്തെങ്കിലും വന്നാൽ നമ്മൾ നോക്കി ചിരിക്കും. ഞാൻ ഈ രോഗങ്ങൾക്കൊക്കെ ഒരു